सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ഉത്തരരാമായണം അധ്യായം 2 പാരായണത്തിൻ്റെ സാരം. അല്ലയോ കിളിമകളെ, നിനക്ക് പാലും പഴവും അന്നവും നൽകാം. ശേഷമുള്ള കഥാമൃതം പറഞ്ഞു തരൂ. ഇത് കേട്ട് കിളിമകൾ പറഞ്ഞു, ഇന്ന് ഞാൻ കഥയെല്ലാം ചുരുക്കി ചൊല്ലിത്തരാം. മഹാവിഷ്ണു അയച്ച ശരങ്ങൾ മിന്നൽ വേഗത്തിൽ തിരിതരി ചെന്ന് രാക്ഷസ ശരീരങ്ങളെ പിളർന്നതിന് ശേഷം പുറത്തു വന്ന് ഭൂമിയെ പിളർന്ന് പാതാളത്തിലെത്തി. ആയുധങ്ങൾ, ആഭരണങ്ങൾ മുതലായവയെല്ലാം ശരങ്ങളേറ്റ് നുറഞ്ഞു വീണു. കയ്യും കാലും കഴുത്തും ഛേദിക്കപ്പെട്ട് അസുരന്മാർ ഉയരേറ്റ് നിലത്ത് വീണു. പോർക്കളം അമ്പുകൾ കൊണ്ട് മൂടി. യുദ്ധം അത്യത്ഭുതകരമായി മാറി. അപ്പോൾ വിഷ്ണു തൻ്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. ഭയങ്കരമായ ശംഖനാദം കേട്ട് ഭൂമിയും പർവ്വതങ്ങളും കുലുങ്ങി. രാക്ഷസവീരന്മാരും ആനകളും കുതിരകളും എല്ലാം വിറച്ച് ബോധം കെട്ട് നിലത്തു വീണു. ശംഖനാദം കേട്ടും അമ്പുകൾ കൊണ്ടും ദുഃഖത്തോടും ഭയത്തോടും കൂടി രാക്ഷസന്മാർ ഓടി അകലുന്നത് കണ്ട് സുമാലി കോപത്തോടെ അടുത്തെത്തി ശത്രുക്കൾക്ക് നേരെ ശരങ്ങളെയ്തു. അതോടെ യുദ്ധം അതിഭയങ്കരമായി. ഉടനെ മാലിയും അവിടെ എത്തി കോലാഹലത്തോടെ അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചു. ചിൽപുരുഷനും പുരുഷോത്തമനുമായ വിഷ്ണു ശക്തനായ സുമാലിയുടെ തേരാളിയെ വധിച്ചു. അത് കേട്ട് അടുത്തെത്തിയ മാലിയുടെ തേരും വില്ലും വിഷ്ണു തകർത്തു. പെട്ടെന്ന് മാലി പുറത്തു ചാടി ഗദയുമായി വന്ന് ഗരുഡനെ കഠിനമായി അടിച്ചു. ക്ഷീണിച്ച ഗരുഡൻ വട്ടം ചുറ്റി പറന്നു. അപ്പോൾ വിഷ്ണു ചക്രം കൊണ്ട് മാലിയുടെ കൈത്തു മുറിച്ചു വീഴ്ത്തി. താപസന്മാർ, ദേവന്മാർ, ചാരണന്മാർ മുതലായവർ മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. അമ്പുകളേറ്റ് ദുഃഖത്തോടും ഭയത്തോടും ഓടിപ്പോകുന്ന രാക്ഷസന്മാരെ പിന്തുടർന്ന് ശരങ്ങളെയ്ത് വിഷ്ണു ശക്തരായ രാക്ഷസന്മാരെ കൊല്ലുന്നത് കണ്ട് മാലിവാൻ പറഞ്ഞു, ഈ പ്രവൃത്തി ധർമ്മവിരുദ്ധമാണ്. നിരായുധരായി ഭയന്നോടുന്നവരെ കൊന്നാൽ നരകപ്രാപ്തിയാണ് ഫലം. നീ ധർമ്മജ്ഞനല്ലേ? നിനക്കിതെല്ലാം അറിഞ്ഞുകൂടെ? നിനക്ക് യുദ്ധം ചെയ്യാൻ വലിയ ആഗ്രഹമാണെങ്കിൽ ഞാനിതാ തയ്യാറായി മുന്നിൽ നിൽക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാല്യവാൻ മഹാവിഷ്ണുവിൻ്റെ മാറിടം ലക്ഷ്യമാക്കി ഒരു വേൽ എറിഞ്ഞു. അത് വലിച്ചൂരി വിഷ്ണു രാക്ഷസന്റെ നെഞ്ചിന് നേരെ പ്രയോഗിച്ചു. അതേറ്റ് തളർന്ന രാക്ഷസൻ ഒരു ശൂലമെടുത്ത് വിഷ്ണുവിൻ്റെ നേർക്ക് പ്രയോഗിക്കുകയും ഓടിയടുത്ത് ചെന്ന് വിഷ്ണുവിൻ്റെ മാറിൽ മുഷ്ടി ചുരുട്ടി പ്രഹരിക്കുകയും ചെയ്തു. അനന്തരം ഗരുഡനെയും പ്രഹരിച്ചു. എല്ലാവരും രാക്ഷസശ്രേഷ്ഠനെ വാഴ്ത്തി. ഗരുഡൻ തൻ്റെ ചിറക് വായുവേഗത്തിൽ ശക്തിയായി വീശി രാക്ഷസനെ ദൂരെ തുറപ്പിച്ചു. നിലത്ത് മുഴുവൻ ചോര ഒഴുകിപ്പരന്നു. ജ്യേഷ്ഠൻ മരിച്ചു വീണത് കണ്ട് ദുഃഖിതനായ സുമാലി പരിഭ്രമത്തോടെ ശേഷിച്ച രാക്ഷസന്മാരുമായി വേഗത്തിൽ പടക്കളത്തിൽ നിന്നും ഓടി രക്ഷപ്പെട്ടു. അത് കണ്ട് മാല്യവാൻ സഹോദരനോടൊപ്പം ലങ്കയിലെത്തി ദുഃഖത്തോടെ വസിച്ചു. മഹാവിഷ്ണു വീണ്ടും രാക്ഷസന്മാരോട് യുദ്ധം ചെയ്തു. വിഷ്ണുവിനെ നേരിടാൻ കഴിയാതെ രാക്ഷസന്മാരെല്ലാം പാതാളത്തിലേക്ക് ഓടിപ്പോയി. അതോടെ ഭൂമിയിലുള്ള ജനങ്ങൾക്കെല്ലാം ആശ്വാസമായി. ഇപ്പോൾ രാവണനെ വധിച്ചതും ചിൽസ്വരൂപനും നാരായണനുമായ അവിടുന്ന് തന്നെ. പാതാളത്തിലേക്ക് പോയ രാക്ഷസന്മാർ സ്വപത്നിമാരോടൊപ്പം സന്തോഷപൂർവ്വം വസിച്ചു. പാതാളവാസിയായ സുമാലി ഇങ്ങനെ ചിന്തിച്ചു, ഭൂമിയിലെ വിശേഷങ്ങൾ എന്തൊക്കെ ആയിരിക്കും? നമുക്ക് ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചറിയണം. സുമാലി തൻ്റെ മകളായ കൈകസിയോടൊന്നിച്ച് ഭൂമിയിൽ എല്ലായിടത്തും സഞ്ചരിച്ചു. സഞ്ചാരത്തിനിടയിൽ സിദ്ധന്മാർ, ദേവന്മാർ, അപ്സരസുകൾ, കിന്നരന്മാർ എന്നിവരാൽ പ്രകീർത്തിതനായ വൈശ്രവണൻ, കുബേരൻ സർവാഭരണ വിഭൂഷിതനായി പിതാവിനെ വന്ദിക്കുന്നതിന് ലങ്കയിൽ നിന്ന് പുഷ്പകവിമാനത്തിൽ അതിവേഗം പോകുന്നത് അത്ഭുതത്തോടെ കണ്ടു. അനന്തരം സ്വഭവനത്തിലെത്തിയ സുമാലി മകളോട് പറഞ്ഞു, മകളെ, നീ ബാല്യകാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നിന്നെ വിവാഹം കഴിപ്പിച്ചയക്കാൻ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല. എൻ്റെ ശത്രുക്കളെ ഭയന്ന് എൻ്റെ ബന്ധുക്കൾ ആരും നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകുകയില്ല. വിവാഹം കഴിഞ്ഞ് അനുരൂപനായ ഭർത്താവിനോടൊത്ത് സന്തോഷപൂർവ്വം നീ വസിക്കുന്നത് കാണാൻ കഴിയാത്തതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. വൈശ്രവണൻ പിതാവിനെ കണ്ട് വന്ദിക്കാൻ പരിവാര സമേതം പോകുന്നത് നീ കണ്ടില്ലേ? ഉത്സാഹമുണ്ടെങ്കിൽ അവന് തുല്യനായൊരു മകൻ നിനക്കും ഉണ്ടാകും. അതിനുവേണ്ടി പുലസ്ത്യനായ വിശ്രവസ്സ എന്ന മുനിയെ വേണ്ടവണ്ണം പരിചരിക്കുക. 3 ലോകങ്ങളിലുള്ളവർക്കും സമ്മതനായ ഒരു പൗലസ്ത്യ നന്ദനൻ നിനക്കുണ്ടാകും. സുമാലിയുടെ വാക്കുകൾ കേട്ടിട്ട് കൈകസി വിശ്രവസിന്റെ തപോവനത്തിൽ അസന്തോഷം എത്തിച്ചേർന്നു. പുലസ്ത്യന്റെ മകനും പ്രശസ്തനുമായ വിശ്രവസ്തു മുനിയെ അവൾ പലനാൾ മനഃശുദ്ധിയോടുകൂടി പരിചരിച്ചു. ഒരിക്കൽ സന്ധ്യാസമയത്ത് വിശ്രവസ് സന്ധ്യാവന്ദനം നടത്തുമ്പോൾ കൈകസി, എനിക്കൊരു സന്താനത്തെ തരൂ എന്ന് സന്തോഷപൂർവ്വം അപേക്ഷിച്ചു. മഹർഷി ആലോചിച്ചിട്ട് പറഞ്ഞു, നിന്റെ പ്രകാരമുള്ള നിർബന്ധം വളരെ കഷ്ടമാണ്. ഈ ഭയങ്കര സന്ധ്യാസമയത്തുണ്ടാകുന്ന സന്താനങ്ങൾ ക്രൂരന്മാരും ദുഷ്ടബുദ്ധികളുമായിരിക്കും. ഇത് കേട്ടിട്ട് കൈകസി പറഞ്ഞു, അങ്ങ് ഇങ്ങനെ പറയുന്നത് എന്താണ്? മഹാതപസ്യായ അങ്ങേക്കുണ്ടാകുന്ന പുത്രന്മാർ ദുഷ്ടന്മാരായി തീർന്നാൽ അത് അവിടുത്തെ സൽകീർത്തിയെ കളങ്കപ്പെടുത്തും.
അപ്പോൾ വിശ്വവസ്തു പറഞ്ഞു, ഉത്തമയായ കൈകസി, ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് ഒടുവിൽ ജനിക്കുന്ന പുത്രൻ മഹാവിഷ്ണുവിന് അത്യന്തം പ്രിയപ്പെട്ടവനും ദീർഘദൃഷ്ടിയുള്ളവനും ഗുണവാനും ദീർഘായുഷ്മാനും ആയിരിക്കും. മഹിഷിയുടെ അനുഗ്രഹവും വാങ്ങി കൈകസി മടങ്ങി. ഗർഭം പൂർത്തിയായപ്പോൾ 10 തലകളും 20 കൈകളുള്ളവനും ഭയങ്കരനുമായൊരു പുത്രനെ അവൾ പ്രസവിച്ചു. കാർമേഘത്തിൻ്റെ നിറവും നീലമല പോലെയുള്ള ശരീരവുമുള്ളവനായിരുന്നു രണ്ടാമത് ജനിച്ച പുത്രൻ. മൂന്നാമത്തേത് പുത്രിയായിരുന്നു. ബന്ധുക്കളെല്ലാം വളരെ സന്തുഷ്ടരായി. ധന്യനും വിഷ്ണുഭക്തനുമായ നാലാമതൊരു പുത്രനും പിറന്നു. സന്താനങ്ങൾക്ക് യഥാക്രമം ദശമുഖൻ, കുംഭകർണൻ, ശൂർപ്പണഖ, വിഭീഷണൻ എന്നിങ്ങനെ മുനി പേരിട്ടു. കൈകസി വളരെ സന്തുഷ്ടയായി. മക്കളോടൊത്ത് ശ്ലേഷ്മോദകം എന്ന പേരുള്ള വനത്തിൽ അവർ താമസിക്കുമ്പോൾ ഒരു ദിവസം ആകാശത്തിലൂടെ പുഷ്പവിമാനത്തിൽ കയറി പിതാവിനെ വന്ദിക്കുവാൻ ആഘോഷപൂർവ്വം പോകുന്ന കുബേരനെ കൈകസി കണ്ടു. അവൾ മൂത്ത മകനായ രാവണനോട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠൻ ആഡംബരത്തോടു കൂടി പോകുന്നത് നീ കണ്ടില്ലേ? അവൻ്റെയും നിന്റെയും പിതാവ് ഒരാൾ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് എന്താണ് ഫലം? ഇപ്രകാരം അമ്മ പറഞ്ഞത് കേട്ട് രാവണൻ പറഞ്ഞു, അമ്മേ, ഞാൻ ഇവനേക്കാൾ ഉന്നത സ്ഥാനത്തെത്തും, അതിന് സംശയമില്ല. തപശക്തി കൊണ്ട് മാത്രമേ എല്ലാവർക്കും ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. ഇപ്രകാരം തീരുമാനിച്ച് സഹോദരന്മാർ മൂവരും കൂടി ഗോകർണത്തിലെത്തി. ബ്രഹ്മദേവനെ ധ്യാനിച്ച് അതിഘോരമായ തപസ് തുടങ്ങി. രാവണൻ വേനൽക്കാലത്ത് ഏകാഗ്രതയോടെ പഞ്ചാഗ്നി മധ്യത്തിൽ നിന്നും തണുപ്പുകാലത്തെ കഴുത്തറ്റം ജലത്തിൽ മുങ്ങി നിന്നും വലിയ മഴക്കാലത്തെ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ടും തപസ് ചെയ്തു. സൂര്യബിംബത്തിൽ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് അജഞ്ചലനായി കുംഭകർണൻ തപസ്സനുഷ്ഠിച്ചു. ബ്രഹ്മസ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ടായിരുന്നു നിർമ്മലനായ വിഭീഷണന്റെ തപസ്. ഇപ്രകാരം 10,000 വർഷം തപസ് അനുഷ്ഠിച്ചിട്ടു ബ്രഹ്മാവ് പ്രത്യക്ഷനായില്ല. അന്ന് ദശമുഖൻ തൻ്റെ ഒരു തലയറുത്ത് അഗ്നിയിൽ ഹോമിച്ചു. 1000 വർഷം കഴിഞ്ഞിട്ടും ബ്രഹ്മാവ് പ്രത്യക്ഷനാകാതിരുന്നപ്പോൾ രാവണൻ രണ്ടാമത്തെ തലയും അറുത്ത് ഹോമിച്ചു. തുടർന്ന് 1000 വർഷം തപസ് ചെയ്തു. ഇങ്ങനെ 9,000 വർഷം കൊണ്ട് 9 തലകളും ദശകണ്ഠൻ അറുത്ത് ഹോമാഗ്നിയിൽ സമർപ്പിച്ചു. 19,000 വർഷം കഴിഞ്ഞിരിക്കുന്നു. ശേഷിച്ച ഒരു ശിരസ് കൂടി അറുത്ത് ഹോമിക്കാൻ രാവണൻ വാളൂങ്ങിയപ്പോൾ ഇന്ദ്രാദി ദേവന്മാരോടൊപ്പം ബ്രഹ്മദേവൻ സംഭ്രമത്തോടെ രാവണന്റെ മുന്നിലെത്തി ഇപ്രകാരം പറഞ്ഞു, വീര, ഇത്തരം സാഹസം മതിയാക്കൂ. നിന്റെ ആഗ്രഹം എന്താണ് എന്ന് പറയൂ, ഞാൻ നിറവേറ്റി തരാം. അപ്പോൾ രാവണൻ ബ്രഹ്മാവിനെ വണങ്ങിയിട്ട് തൻ്റെ ആഗ്രഹം ഇങ്ങനെ പറഞ്ഞു, ദേവന്മാർ, ഗന്ധർവന്മാർ, അസുരന്മാർ, നാഗങ്ങൾ തുടങ്ങിയ ആർക്കും എന്നെ വധിക്കാൻ കഴിയരുത്. മനുഷ്യരൊഴിച്ച് മറ്റാരാലും എനിക്ക് മരണമുണ്ടാകരുത്. എല്ലാം നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് കുംഭകർണൻ്റെ അടുത്ത് ചെന്ന് വരം നൽകാൻ തുടങ്ങുമ്പോൾ ദേവകൾ ബ്രഹ്മാവിനെ വണങ്ങിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇന്ദ്രൻ്റെ അനുചരന്മാരിൽ 10 പേരെയും 7 ദേവസ്ത്രീകളെയും ഒരു ദിവസം ഊറ്റത്തോടെ ഭക്ഷണമാക്കിയവനാണ് ഇവൻ. അതിനാൽ നല്ലവണ്ണം ആലോചിച്ച് വേണം ഇവന് വരം നൽകേണ്ടത്. ദേവന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ബ്രഹ്മാവ് സരസ്വതി ദേവിയോട് ഇങ്ങനെ പറഞ്ഞു, നീ കുംഭകർണൻ്റെ നാവിൻ തുമ്പത്ത് പ്രവേശിച്ച് അവൻ്റെ വാക്കുകൾക്ക് വിഭ്രാന്തി ഉണ്ടാക്കണം. അതനുസരിച്ച് വാണിദേവി പെട്ടെന്ന് കുംഭകർണൻ്റെ നാവിൻ തുമ്പിൽ പ്രവേശിച്ചു. ബ്രഹ്മാവ് കുംഭകർണനോട് നിന്റെ അഭീഷ്ടം എന്താണ് എന്ന് ചോദിച്ചു. ബ്രഹ്മാവിനെ വന്ദിച്ചുകൊണ്ട് കുംഭകർണൻ പറഞ്ഞു, അടിയന് നിദ്രത്വം, ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥ എന്നർത്ഥം. നിദ്രത്വം തരണം, മറ്റൊന്നും വേണ്ട. അപ്രകാരമാകട്ടെ എന്ന് അനുഗ്രഹിച്ചതിന് ശേഷം മംഗളശീലനായ വിഭീഷണന്റെ അടുത്തെത്തി. ഭക്തിയോടും സന്തോഷത്തോടും കൂടി വിഭീഷണൻ ബ്രഹ്മാവിനെ നമസ്കരിച്ചു. വിഭീഷണന്റെ ഭക്തി വിശ്വാസാദി ഗുണങ്ങളിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് പറഞ്ഞു, വേണ്ട വരങ്ങളെല്ലാം ചോദിച്ചുകൊള്ളൂ, എല്ലാം ഞാൻ നൽകാം. വിഭീഷണൻ പറഞ്ഞു, അങ്ങ് സന്തോഷപൂർവ്വം എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടവനായതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടതെല്ലാം ലഭിച്ചു കഴിഞ്ഞു. അങ്ങയുടെ തൃപ്പാദങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു. ഒരിക്കലും ധർമ്മനിഷ്ഠ പിഴയ്ക്കാതെ അങ്ങയുടെ പാദകമലങ്ങളിൽ ഉറച്ച ഭക്തിയോടെ പാപകർമ്മങ്ങളിൽ വിമുഖനായി ജീവിക്കാൻ തക്ക വരം നൽകി അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണം. ദേവദേവനായ അങ്ങേക്ക് നമസ്കാരം. ബ്രഹ്മാവ് അരുളി ചെയ്തു, വിഷ്ണുഭക്തന്മാരിൽ ഉത്തമനായി ആരിൽ നിന്നും ദുഃഖമുണ്ടാകാതെ കൽപ്പാന്തകാലത്തോളം ഈ ഭൂമണ്ഡലത്തിൽ നീ ജീവിച്ചിരിക്കട്ടെ. ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് ബ്രഹ്മാവ് മറഞ്ഞു. ഉടൻ തന്നെ കുംഭകർണൻ ഉറക്കം തുടങ്ങി. ആഗ്രഹിച്ചതെല്ലാം കൈവന്ന സന്തോഷത്തോടെ അവർ 3 പേരും ശ്ലേഷ്മോദകം എന്ന വനത്തിൽ പോയി വധിച്ചു. ഈ വാർത്തകളെല്ലാം അറിഞ്ഞ സുമാരി പുത്രന്മാരോടൊപ്പം അവിടെ എത്തി. പിതാവ്, സഹോദരന്മാർ, പുത്രന്മാർ, ബന്ധുക്കൾ എന്നിവരോടുകൂടി കൈകസി സുഖമായി വസിച്ചു. അക്കാലത്തൊരിക്കൽ പ്രഹസ്തൻ സന്തോഷപൂർവ്വം ചില വൃത്താന്തങ്ങൾ രാവണനെ അറിയിച്ചു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. പണ്ട് അതിഥി, ദിതി എന്നു പേരുള്ള സുന്ദരികളായ 2 സ്ത്രീകൾ കശ്യപന്റെ പത്നിമാരായിട്ടുണ്ടായിരുന്നു.
അവരുടെ പുത്രന്മാരായി യഥാക്രമം ആതിഥേയന്മാരും ദൈത്യന്മാരും ഉണ്ടായി. 3 ലോകങ്ങളും അടക്കി ഭരിക്കണം എന്ന ആഗ്രഹം രണ്ടു കൂട്ടർക്കും ഉണ്ടായി. അതിൻ്റെ പേരിൽ അവർ കടുത്ത ശത്രുക്കളായി. തുടർന്ന് അവർ തമ്മിൽ അതിഘോരമായ സമരമുണ്ടായി. ദേവപക്ഷത്ത് ചേർന്ന മഹാവിഷ്ണു ദൈത്യന്മാരെയെല്ലാം വധിച്ചു. ശേഷിച്ച ദൈത്യന്മാർ നാഗലോകത്തായി, അതായത് പാതാളത്തിൽ പോയി ദുഃഖത്തോടെ കഴിയുന്നു. സ്വർഗപുരിക്ക് തുല്യമായ ലങ്കാനഗരം നമ്മുടെ കുടുംബ വീടാണ്. മാല്യവാനും സുമാലിയും മാലിയും ബാല്യത്തിൽ അവിടെയാണ് കഴിഞ്ഞിരുന്നത്. മഹാവിഷ്ണു അവരെ എവിടെ നിന്ന് മാറ്റിക്കളഞ്ഞപ്പോൾ അവരെല്ലാം ലങ്ക ഉപേക്ഷിച്ചു പോയി. തുടർന്ന് വിശ്വവസ് തൻ്റെ മകനായ കുബേരന് സസന്തോഷം കഴിയുന്നതിനായിട്ട് ലങ്ക കൊടുത്തു. ഇപ്പോൾ ജ്യേഷ്ഠനായ വൈശ്രവണൻ, അതായത് കുബേരൻ, ലങ്കയിൽ വാഴുന്ന കാര്യം അങ്ങേക്ക് അറിഞ്ഞുകൂടെ? ഇപ്രകാരമുള്ള പ്രഹസ്തൻ്റെ വാക്കുകൾ കേട്ട് രാവണൻ പെട്ടെന്ന് പറഞ്ഞു, നീ ചെന്ന് വഴിയാമണ്ണം ഇപ്രകാരം പറയണം. ലങ്കാനഗരം രാക്ഷസവംശത്തിൻ്റെ കുടുംബസ്വത്താണ്. കീഴ്വഴക്കം അനുസരിച്ച്, അതായത് ആചാരമനുസരിച്ച് ഗുണസമ്പന്നനായ അങ്ങ് ഒഴിഞ്ഞു തരണം. നീ ചെന്ന് ഇങ്ങനെ പറയുമ്പോൾ അതിന് വൈശ്രവണൻ നൽകുന്ന മറുപടി എന്നെ വന്ന് അറിയിക്കുക. രാവണൻ പറഞ്ഞതനുസരിച്ച് പ്രഹസ്തൻ വേഗം വൈശ്രവണൻ്റെ സമീപത്തെത്തി ഇങ്ങനെ പറഞ്ഞു, അങ്ങയുടെ അനുജനായ രാവണൻ പറഞ്ഞതനുസരിച്ചാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത്. യക്ഷേശ്വരനായ അങ്ങയോട് വളരെ രഹസ്യമായി പറയാൻ ചില കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. രാക്ഷസന്മാർക്കും പണ്ടേയുള്ള വാസസ്ഥലമാണ് ലങ്ക. ഇത്രയും കാലം അങ്ങ് ഈ നഗരം പരിപാലിച്ചിരുന്നത് എല്ലാവർക്കും സന്തോഷകരമായ കാര്യമാണ്. അവർ ഇനി ഒരു കാലത്ത് ലങ്ക വീണ്ടെടുക്കുകയില്ലെന്ന് അങ്ങ് കരുതരുത്. പ്രഹസ്തൻ്റെ വാക്കുകൾക്ക് വൈശ്രവണൻ ഇങ്ങനെ മറുപടി നൽകി, അച്ഛൻ, അതായത് വിശ്രവസ്, എനിക്ക് താമസിക്കാൻ ഇവിടം നൽകിയതുകൊണ്ട് എനിക്ക് വിഷമം ഉണ്ടായിട്ടില്ല. രാക്ഷസന്മാരെല്ലാം ഉപേക്ഷിച്ചു പോയപ്പോൾ ഇവിടം സംരക്ഷിക്കാൻ ആരുമില്ലാതെയായി. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ നഗരം പരിപാലിക്കാൻ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു. എൻ്റെ അനുജനായ രാവണനോടുകൂടി ഇവിടെ താമസിക്കാം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും. ഞങ്ങൾക്ക് പരസ്പരം വിരോധം ഇതുവരെയില്ല. നീ ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവരിക. അവനെ അടുത്ത് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. രാവണൻ്റെ അഭിപ്രായം എന്താണ് എന്നറിഞ്ഞ് ഞാൻ ഇവിടെ വന്നറിയിക്കാം എന്ന് പറഞ്ഞ് പ്രഹസ്തൻ ലങ്കയിലേക്ക് മടങ്ങി. വൈശ്രവണൻ ഉടനെ പിതാവിൻ്റെ അടുത്തെത്തി രാവണൻ്റെ ദൂതൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറിയിച്ചു. എൻ്റെ നിലപാട് എന്തായിരിക്കണം എന്നാലോചിച്ച് അങ്ങ് പറഞ്ഞു തരണം. എനിക്ക് മറ്റൊരു ആശയമില്ല. ഇനി വൈശ്രവണൻ ലങ്കാ പരിത്യാഗം എന്ന ഭാഗം അടുത്ത ദിവസം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.